ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് കിഷോറിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ച് കൂട്ടുവാണ് കേട്ടോ. അതിനുശേഷം പറയേണ്ടത്, നീ എനിക്ക് ജീവിക്കാനൊന്നും യോഗമൊന്നുമില്ല, നീ ചത്തു പോയിക്കോടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് വരുന്നുണ്ട്. മഹേഷ് പറയേണ്ടത്, ഞാൻ നിന്നെ ഒത്തോടത്ത് പോലുമില്ല, ഇന്ന് നിനക്കുള്ള എല്ലാ അടിയും സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ഗോവിന്ദാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ് കിഷോറിനെ. പിന്നെ കാണിക്കുന്ന ഒരു ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഒരു 2-3 പിള്ളേർ ക്രിസ്മസ് ബലൂണൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നതാണ് കേട്ടോ കാണിക്കണം. അപ്പോഴേക്കും നമ്മുടെ ഗീത് വരുന്നുണ്ട്. എടാ പിള്ളേരെ പൊട്ടിക്കല്ലേടാ എന്നൊക്കെ പറയുമ്പോൾ, ഇതെൻ്റെ അച്ഛൻ മേടിച്ചിരുന്ന ബലൂണാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പിള്ളേരിങ്ങനെ ബലൂൺ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീതുവിൻ്റെ കയ്യിലും ഒരു കുഞ്ഞുവാവുണ്ട്. മോളെ കരയലേടി എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ബലൂണൊക്കെ ഇങ്ങനെ കുത്തി പൊട്ടിക്കണമെന്ന് പറയുമ്പോഴേക്കും ഇതെൻ്റെ അച്ഛൻ മേടിച്ചിരുന്ന ബലൂണാണെന്ന് പിള്ളേർ പറയുകയാണ്. ആദ്യം ക്രിസ്മസ് പാപ്പ വന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടുന്നുണ്ട്. അങ്ങനെ ക്രിസ്മസ് പാപ്പനെ കാണുമ്പോൾ പിള്ളേർ പറയണ്ട, ഈ ക്രിസ്മസ് പാപ്പ കൊള്ളത്തില്ല, ഭയങ്കര വണ്ണമുണ്ട്, ക്രിസ്മസ് പാപ്പയ്ക്ക് ഇത്ര വണ്ണമൊന്നും പാടില്ല എന്ന് പറയുമ്പോഴേക്കും കാഞ്ചനെ പറയണ്ട, അയ്യോ മക്കളെ, ക്രിസ്മസ് പാപ്പ എന്ന് വെച്ചാൽ വണ്ണുള്ളൊരു വലിയൊരു വയസ്സായൊരു അപ്പാപ്പന എന്നിങ്ങനെ പറയുമ്പോൾ, എന്നാൽ ഈ ക്രിസ്മസ് പാപ്പയുടെ ഡാൻസ് ഒന്നും കൊള്ളത്തില്ലെന്ന് പിള്ളേർ പറയുകയാണ്. എൻ്റെ ഡാഡി വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, ഡാഡിക്ക് തിരക്കായതുകൊണ്ടല്ലേ മക്കളെ, ചിലപ്പോൾ വരുമായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ഡാഡി ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുവാട്ടോ. അതിനുശേഷം വേറൊരു അപ്പൂപ്പൻ വരാണ്. അത് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ്. അതിനുശേഷം നമ്മുടെ ആ ഒരു കൊച്ച് പിണങ്ങി പോയിരിക്കുകയാണ്. നല്ലൊരു ഡാഡി വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വേറൊരു ക്രിസ്മസ് പാപ്പ വരുന്നത്. നല്ല ഡാൻസൊക്കെ കളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പിള്ളേർ പറയുന്നുണ്ട്, ഹായ് നല്ല ക്രിസ്മസ് പാപ്പ എന്നിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേരെല്ലാവരും കൂടി ഓടിപ്പോവാണ്. അങ്ങനെ അവർ ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കാൻ നേരത്താണ് ആ ക്രിസ്മസ് പാപ്പ മുഖം മൂടി മാറ്റുന്നത് ഗോവിന്ദാണ് കേട്ടോ. ആയ് മമ്മി ഇതേ ഡാഡി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടി ഗോവിന്ദനോട് ഡാൻസ് കളിക്കുകയാണ്. ഗീതവും വരുന്നുണ്ട്, ആ കുഞ്ഞുവാൻ വരുന്നുണ്ട്, പിന്നെ കാഞ്ചനെ രേഖയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരിങ്ങനെ ഡാൻസൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അയ്യപ്പേട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അതിനുശേഷം സ്വപ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. നല്ല സ്വപ്നമായിരുന്നു, ഇതേപോലെയൊക്കെ നടക്കണേ ഭഗവാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം അവർണിക വരികയാണ്. അവർണിക വന്നിട്ട് കാറിൽ നോക്കുന്നുണ്ട്. കിഷോർ ഇത് എവിടെ പോയി, ഇവിടെ കാണുന്നില്ലല്ലോ. എന്നിട്ട് അതിനുശേഷം അവിടെ ഇവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ അവിടെയൊന്നും കാണുന്നില്ല. ഗീതുവിൻ്റെ അടുത്ത് ആ ഡോക്ടർ വേഷത്തിൽ ആ കൊലയാളി വരുവാണ്. എന്നിട്ട് മാസ്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ബ്രീത്ത് എടുക്കെന്ന് പറയുവാണ്. അപ്പോഴേക്കും ഗീതു ഇങ്ങനെ ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ മനസ്സിൽ പറയാണ്, നിൻ്റെ അവസാനത്തെ ബ്രീത്താടി ഇത് എന്ന് പറയുന്നുണ്ട്. ബ്രീത്ത് എടുക്ക് ഗീതു, ബ്രീത്ത് എടുക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഗീതു ഇങ്ങനെ ബ്രീത്ത് എടുക്കാൻ നോക്കുമ്പോൾ ബ്രീത്ത് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ ഡോക്ടർ, എനിക്കിപ്പോൾ ബ്രീത്ത് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അത് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനെ തന്നെയാണ്. ഗോവിന്ദ് വീണ്ടും കിഷോറിനെ അടിക്കുമ്പോൾ കിഷോർ പറയുന്നുണ്ട്, വേണ്ട സാർ, ഇനി കൊല്ലല്ലേ, ഞാൻ ചത്തുപോകുമെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്, പക്ഷേ ഞാൻ നിന്നെ കൊല്ലുന്നില്ല. കാരണം എന്താണെന്നറിയാവോ, എനിക്ക് നിന്നെ കല്യാണം കഴിച്ച പെണ്ണിനൊന്നും അറിയത്തില്ല, അവളെ വിധവയാക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു. പക്ഷേ നിൻ്റെ ലാഭത്തിന് വേണ്ടി ചിലപ്പോൾ നീ അവളെ ഗീതുവിനെ ചെയ്ത പോലെ ചെയ്യുമായിരിക്കും. ഇനി ഒരിക്കലും ഒരു പെണ്ണിൻ്റെ മുഖത്തും ഭാര്യനൊഴിച്ച് വേറൊരു പെണ്ണിൻ്റെ മുഖത്തും നീ നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അടിക്കുവാണ് കേട്ടോ. അതിനുശേഷം അവരുടെ അവിടെ അന്വേഷിച്ച് വരികയാണ്. ഫോണിലിങ്ങനെ വിളിക്കുന്നുണ്ട്. ഫോണിൽ വിളിക്കുമ്പോഴേക്കും ബെല്ലടിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഗോവിന്ദ് അവൻ്റെ ഭാര്യയാണ് തോന്നുന്നു, ഫോണിൽ വിളിക്കുന്നുണ്ട് വൈഫ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് പറയാണ്, നിന്നെ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വെറുതെ വിടുവാണ്, ആ പെങ്ങളെ ആലോചിച്ചിട്ട് മാത്രം, ഇനി മേലാൽ ഗീതുവിൻ്റെ നിഴൽവട്ടത്ത് പോലും നിന്നെ കണ്ടുപോകരുത്, ഗീതുവിൻ്റെ എന്നല്ല ഒരു പെണ്ണിൻ്റെ നിഴൽവട്ടത്തും കണ്ടുപോകരുത്, ചതിയ എന്നൊക്കെ പറയാം കേട്ടോ. അതിനുശേഷം വീണ്ടും 2-3 അടിയും കൂടി കിഷോറിൻ്റെ മുഖത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതേസമയം ഗീതു നന്നായിട്ട് ശ്വസിക്കാൻ തുടങ്ങുകയാണ്. ഡോക്ടർ, എനിക്കിപ്പോൾ ശ്വസിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ കൊലയാളെടുത്ത് പറയുമ്പോഴേക്കും അയാൾ ചിരിക്കുകയാണ് കേട്ടോ. ഓഹോ, നീ അപ്പോൾ ശ്വാസം എടുക്കാൻ തുടങ്ങിയല്ലേ, ഇനി നിൻ്റെ ഭൂമിയിൽ അവസാനത്തെ ശ്വാസമാണ് അവശേഷിക്കണത് എന്ന് പറഞ്ഞിട്ട് ഗീതു തലവെച്ചിരുന്ന തലയണ എടുക്കുവാണ്. അതിനുശേഷം തലയണ കറക്കി വരുവാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കുവാണ്, ഈ ഡോക്ടർ എന്താ കാണിക്കണേന്ന്. അങ്ങനെ അയാൾ തലോണ കൊണ്ടുവന്ന് ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം ശരിക്കും നോക്കുവാണ്. അപ്പോഴാണ് ഗീതുക്ക് മനസ്സിലാവണത് ഇത് ഡോക്ടറൊന്നും അല്ല, തന്നെ കൊല്ലാൻ വന്ന ആരൊക്കെയാണെന്ന് മനസ്സിലാവുക കേട്ടോ. അതിനുശേഷം ഗീതു ഒച്ചെടുക്കാൻ പറ്റാണ്ട് വേണ്ട എന്ന് പറയുമ്പോഴേക്കും അയാൾ തലയോണ കൊണ്ടുവന്ന് പതുക്കെ ഗീതുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ അമർത്താൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. പക്ഷേ സമയത്ത് ഗീതു പറയുന്നുണ്ട്, വേണ്ട ഡോക്ടർ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ കേൾക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും മഹേഷിനെയൊക്കെയാണ്. മഹേഷും അതുപോലെ തന്നെ ഗോവിന്ദും കൂടിയിട്ട് വീണ്ടും കിഷോറിനെ തല്ലി ചതച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മഹേഷ് വാ നമുക്ക് പോവാം, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ചിലപ്പോൾ അന്വേഷിച്ച് ഇവിടെ വന്നെന്നിരിക്കും എന്ന് പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദും അതുപോലെ തന്നെ മഹേഷും വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അവർണിക നേരെ ആ സ്ഥലത്തേക്ക് എത്തുവാണ്. ബെല്ലടിക്കുന്ന ഫോണിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അവർണിക ആ ഫോൺ ബെല്ലടിക്കുന്നിടത്തേക്ക് പോകുമ്പോഴേക്കും കിഷോർ അവിടെ ചരിഞ്ഞ് കിടക്കണത് കാണുവാണ് കേട്ടോ. ഓടി കിഷോറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കിഷോറെ, കിച്ചു നിനക്ക് എന്ത് പറ്റി, ഇതാരാ നിന്നെ ഈ പരുവത്തിലാക്കിയത് എന്ന് ചോദിക്കുമ്പോഴേക്കും കിഷോർ, എനിക്കറിയില്ല, 5-6 പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുവാണ്. ഇന്നലെ ആ ഫ്ലാറ്റിൽ പ്രശ്നം ഉണ്ടാക്കിയ ആ ഗുണ്ടകളായിരിക്കുമല്ലേ എന്ന് പറയുമ്പോൾ കിഷോർ പറയണ്ട, അതെ അവർ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാൽ ഹോസ്പിറ്റലിൽ പോവാ, നിനക്കൊട്ടും വയ്യല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ അവരുടെ കിഷോറിനെ താങ്ങി പിടിച്ചുകൊണ്ട്
വണ്ടിയിലേക്ക് കയറ്റുവാണ്. ഇനി 2-3 ദിവസത്തേക്ക് പുറത്തൊന്നും ഇറങ്ങണ്ടെന്നൊക്കെ അവരുടെയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നടക്കാനൊന്നും വയ്യ അവരുടെയൊക്കെ എന്ന് പറയുമ്പോൾ ആ വണ്ടിയിലേക്ക് കയറി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. അതേസമയം നമ്മുടെ ഗീതുവിനെയാണെന്നുണ്ടെങ്കിൽ അയാൾ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴേക്കും പെട്ടെന്ന് വിജയലക്ഷ്മി വരുവാണ്. വിജയലക്ഷ്മി വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ നീ കൊല്ലാൻ നോക്കുന്നോ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറെ പിടിച്ചിട്ട് മുഖത്തൊരു ഒറ്റ അടി വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഡോക്ടർ ദേഷ്യം വന്ന് വിജയലക്ഷ്മിയുടെ കയ്യിൽ കയറി പിടിച്ച് തിരിക്കുന്നുണ്ട്. അതിനുശേഷം മുടീനെ കുത്തിനെ പിടിക്കുകയാണ്. അത് കാണുമ്പോഴേക്കും വിജയലക്ഷ്മി അയ്യോ ഡോക്ടർ സിസ്റ്റർ ഓടി വരണേ എന്ന് പറയുമ്പോഴേക്കും ആ സിസ്റ്റർ വരുന്നുണ്ട്. അയ്യോ ഇതാരാ ഡോക്ടർ ഓടി വാ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടറും വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഗീതുക്ക് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഗീതു നിൽക്കുന്നത്. അപ്പോഴേക്കും ഡോക്ടർ വരുമ്പോഴേക്കും ഇയാൾ വേഗം എല്ലാവരും തള്ളിയിട്ടിട്ട് ഒരൊറ്റ ഓട്ടോ ആണ്. ഓടുമ്പോഴേക്കും വിജയലക്ഷ്മി പറഞ്ഞിട്ട് ഡോക്ടർ ഗീതുവിനെ നോക്കുന്നു പറയുവാണ്. ഡോക്ടർ വേഗം വന്നിട്ട് ആ ഒരു ഓക്സിജൻ മാസ്ക് ഗീതുയുടെ മൂക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഗീതു. അപ്പോഴേക്കും ശ്വാസം എടുക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. സിസ്റ്റർ ഓടി പോകുന്നുണ്ട്. സെക്യൂരിറ്റി പറയുന്നുണ്ട് അയാളെ പിടിക്കുന്നു പറയുമ്പോഴേക്കും അയാൾ ഓടി ഒരൊറ്റ രക്ഷപ്പെടലാണ് കേട്ടോ. അങ്ങനെ സെക്യൂരിറ്റി പിടിക്കാൻ പോകുമ്പോഴേക്കും അയാൾ ഓടി പോവാണ് ഗീതു. അങ്ങനെ നോർമലി ശ്വാസം എടുക്കാൻ തുടങ്ങുവാണ്. അത് കാണുമ്പോൾ ഡോക്ടർക്കും വിജയലക്ഷ്മിക്കും ആകെ ഒരു സമാധാനമാണ്. അങ്ങനത്തെ ഒരു ഭാഗത്തോട് ഇട്ട എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.